കല്ലുകടി ഒരിടത്ത് നിൽക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. പലയിടത്തായി ഇത് നീങ്ങുമോ എന്നുള്ള സാഹചര്യം കൂടിയാണ്. ഞാൻ ശ്രീ എ സജീവനിലേക്ക് പോകുന്നു. ശ്രീ എ സജീവൻ, ഒരു തർക്കമുണ്ടായ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് വോട്ടിംഗ് വേണം, അതായിരുന്നു തീരുമാനം. അങ്ങനെ വോട്ടിംഗ് നടത്തി. അങ്ങനെ വോട്ടിംഗ് നടത്തുമ്പോൾ മിനിമോൾക്ക് 17 വോട്ട്, ഷൈനിക്ക് 22 വോട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വോട്ട് ലഭിക്കുന്നു. അവിടെ ദീപ്തിക്ക് 4 വോട്ടേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. ഭൂരിപക്ഷം ലഭിച്ച ആൾക്ക് മേയറാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതും 2.5 വർഷം വീതമാണ് പങ്കുവെക്കുന്നത്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ദീപ്തി മേയറാവട്ടെ എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ജില്ലാ നേതൃത്വം ഒരുമിച്ച് അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ 2.5 വർഷം എന്നുള്ള ഒരു ഓഫർ അങ്ങോട്ട് നൽകുകയും ചെയ്തു എന്ന് കേൾക്കുന്നു. പക്ഷേ 5 വർഷം തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ദീപ്തി. അതുകൊണ്ട് അത് നഷ്ടപ്പെടുകയായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തെ ഇതൊരു കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യമായിട്ടാണോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വായിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ പ്രതികരണങ്ങളില്ലേ ശ്രീ എ സജീവൻ? സ്മൃതി, ഇത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല. ഒരു വലിയ നേട്ടമുണ്ടായി. അപ്രതീക്ഷിതമായ, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയമുണ്ടായപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അധികാരമാണ് എന്ന് കണ്ടുകൊണ്ട് പുതിയ രീതിയിൽ ഗ്രൂപ്പുകളും മറ്റും തലയെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മളാരും പറഞ്ഞില്ലല്ലോ കോൺഗ്രസ്സിൽ എറണാകുളത്ത് കൊച്ചിയിൽ ആര് മേയറാവണം എന്നുള്ള കാര്യം മറ്റാരും പറഞ്ഞില്ലല്ലോ. അവിടെ ദീപ്തി, ഇപ്പം നേരത്തെ ശ്രീകുമാർ പറഞ്ഞു, ദീപ്തി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഇത് ഈ വിജയമുണ്ടായി ഈ UDFനാണ് വൻ നേട്ടമെന്ന് മനസ്സിലാക്കിയ ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ദീപ്തിയോട് ചോദിക്കുന്നുണ്ട് കൊച്ചി മേയറാവുമോ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം താനാണ് മേയറാവാൻ പോകുന്നത്. അവർ പറയുകയും ചെയ്തു, നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് കൊച്ചി മേയർ ആവേണ്ട കാര്യമില്ല എന്നൊന്നുമല്ല. അവർ പറഞ്ഞത് നേതൃത്വം തീരുമാനിക്കണമെന്നാണ്. നേതൃത്വം എന്ന് പറഞ്ഞാൽ DCC അല്ല, KPCC ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും KPCCയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം അതിനനുകൂലമായിട്ട് വരും. കാരണം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വക്താവായിരുന്ന ആളാണ്, ദീർഘകാലമായിട്ട് സംസ്ഥാനത്ത് അറിയപ്പെടുന്നയാളാണ്, വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ദീപ്തി തന്നെയാണ് മേയറാവുക. ഇപ്പം ശ്രീകുമാറിന് പോലും അതിൽ സംശയം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ വന്നത്. അതിനർത്ഥം ഇത് കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ശ്രീകുമാർ തന്നെ പറഞ്ഞ പോലെ ഇത് കൊച്ചിയിൽ മാത്രമല്ല, തൃശ്ശൂരിൽ പ്രശ്നം വരുന്നുണ്ട്. കോഴിക്കോട്ട് ഇപ്പോൾ തന്നെ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ആളെ തോൽപ്പിച്ചതിൻ്റെ കഥകൾ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. അത്ര ഭീകരമായ രൂപത്തിൽ തോൽപ്പിച്ചത് LDF അല്ല എന്ന് ആ സ്ഥാനാർത്ഥിയോട് ബന്ധപ്പെട്ട ആളുകളും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതൊക്കെ കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കളികളിലേക്ക് വരുന്നത് വലിയ രൂപത്തിലുള്ള പിടിവലികൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് ആർക്ക് മേൽക്കൈ എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഒരു വലിയ പ്രശ്നം കൂടിയാണ്. ഈ വിജയം, അപ്രതീക്ഷിതമായി കിട്ടിയിട്ടുള്ള ഈ വിജയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉന്മാദം എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചടിയാവാൻ, UDFന് തിരിച്ചടിയാവാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. CPMകാരൊക്കെ ആവർത്തിച്ച് പറയുന്നവരെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് ഷെയർ കുറവുണ്ടായിട്ടുണ്ട്. സീറ്റുകൾ ധാരാളം പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും കാര്യമായ ഇടിച്ചിലില്ല. ചെറിയ രൂപത്തിലൊരു ചലനം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മറിയാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഇനിയാണ് അങ്ങോട്ട് ഈ തൊഴിലില്ലാത്ത വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഇതൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ പണ്ട് കിറ്റ് കിട്ടിയതുപോലെ എങ്ങനെയൊക്കെയാവും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ശ്രീ എസ് സജീവൻ വോട്ടർമാരെ അങ്ങനെ സ്വാധീനിക്കാനുള്ള വഴി അത് വിജയം കാണില്ല എന്നല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണിച്ചതെന്ന്. മാത്രമല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൂടി പ്രധാനമാണല്ലോ. തോറ്റിട്ടില്ല എന്ന് കൂടി പറഞ്ഞാൽ മതിയാകും. ആ രൂപത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വിമർശനം ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ അദ്ദേഹം സമ്മതിച്ചു തരുന്നില്ല പരാജയ കാരണങ്ങളായി. ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി നടന്നു പോകുന്ന കണ്ടപ്പോൾ കയറ്റിയാണെന്നൊക്കെ പറഞ്ഞാൽ എത്ര നിഷ്കളങ്കമായ ഒരു പ്രതികരണമാണല്ലേ. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിന് അതൊക്കെ നമുക്ക് തമാശ എന്ന് പോലെയല്ല, അതിനൊക്കെ തള്ളിക്കളയരുത്. കാരണം യാഥാർത്ഥ്യം അതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ശബരിമല സ്വർണ്ണപ്പാളിപ്പ് കവർച്ച
ഗംഭീരമായ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദം ആവർത്തിച്ച് തുപ്പുന്ന വ്യക്തിയെ കാറിൽ കൊണ്ടുപോയതും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുമൊക്കെ വളരെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം സംശയമില്ല, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അപ്പോഴും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിട്ടില്ല. കാരണം ഇടിഞ്ഞ് തകർന്നു പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലല്ല ഞാൻ പറയുന്നത്. UDFകാർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ രീതിയിലുള്ള ഗ്രൂപ്പ് പോരാട്ടം നടത്തിയ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് പോരാട്ടം അവർക്ക് അനർത്ഥമായി തീരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.